അൻവർ പാലേരി കൂടി ചേരുന്നുണ്ട് ദോഹയിൽ നിന്ന്. അൻവർ, ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ബഹ്റൈൻ അടക്കം മുൻകരുതൽ നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൗരന്മാർക്ക് നൽകിയപ്പോഴും ഖത്തർ അത്തരമൊരു നടപടിയിലേക്ക് കടന്നിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വർക്ക് ഫ്രം ഹോം അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പൊടുന്നനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതും അൽ ഉദൈദ് എന്ന വ്യോമസേനാ താവളത്തിലേക്കാണ്, US-ന്റെ എയർബേസിലേക്കാണ് ഈ ആക്രമണം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രോണുകൾ വന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രദേശം, അതിന് ചുറ്റുമുള്ള മേഖലകൾ, നമ്മൾ പ്രവാസികൾ അടക്കമുള്ളവർക്ക് എത്രത്തോളം ആശങ്കയുണ്ട്, ഒപ്പം എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു? ഗൂഗിൾ, ആദ്യം ഒരു കാര്യം പറയാം. വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നത് ബഹ്റൈനിലാണ്. അത് ഇന്ന് അവർ പിൻവലിച്ചിരുന്നു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആളുകൾ നിൽക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് വൈകിട്ട് 7:30 ആകാശത്ത് വലിയ രീതിയിലുള്ള, നമ്മുടെ ഓഫീസ് നിൽക്കുന്ന കെട്ടിടത്തിന് മുകളിൽ പോലും വലിയ തരത്തിലുള്ള സ്ഫോടന ശബ്ദം കേൾക്കുന്നു. അത് ആകാശത്താണ് സ്ഫോടനം നടക്കുന്നത്. സ്ഫോടന ശബ്ദം കേൾക്കുന്നു. ആകാശത്ത് തീഗോളങ്ങൾ പാറി പറന്ന് നടക്കുന്നു. വലിയ തോതിൽ തുടരെ ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരുപാട് തീഗോളങ്ങളും. ഇത് ആളുകളെ കുറച്ചു സമയം പരിഭ്രാന്തരാക്കി. ഏതാണ്ട് ഒരു 10-15 മിനിറ്റുകളോളം ഇത് നീണ്ടു നിന്നു. ജനങ്ങളെല്ലാം വലിയ കെട്ടിടങ്ങളിൽ നിന്ന് മുഴുവൻ പുറത്തിറങ്ങി. ഇപ്പോഴും റോഡുകളിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മിസൈലോ ഡ്രോണോ പതിച്ചതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയതായിട്ടോ നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഖത്തറും ആക്രമണ ലക്ഷ്യമായി മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഖത്തറിൽ ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാവരും ഭയപ്പെട്ടിരുന്ന ആ കാര്യം സംഭവിച്ചിരിക്കുന്നു. ഖത്തറിന്റെ ആകാശത്ത് നിരവധി ഡ്രോണുകളും സ്ഫോടന ശബ്ദങ്ങളും കേട്ടു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷെ ജനങ്ങൾ മുഴുവൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും മലയാളികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ വ്യാവസായിക മേഖല, ഇൻഡസ്ട്രിയൽ ഏരിയയുടെ സമീപത്താണ് അമേരിക്കൻ വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം അടുത്തായിട്ടൊക്കെ വരും. അപ്പൊ അവിടെയൊക്കെ ആളുകൾ പുറത്തിറങ്ങി കുറച്ചു സമയം പരിഭ്രാന്തരായി. പക്ഷെ ഇപ്പോൾ ഏകദേശം എല്ലാം കെട്ടടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ശാന്തമാണ്. ആളുകൾ പുറത്ത് അവിടെയും ഇവിടെയും കൂടി നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അൻവർ, ഈ ഖത്തർ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പുതിയ എന്തെങ്കിലും ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം എന്തെങ്കിലും മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഈ ബങ്കറുകൾ പോലെയുള്ള സുരക്ഷിത സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സജ്ജീകരണങ്ങളോ തയ്യാറെടുപ്പുകളോ ഖത്തറിലുണ്ടോ? അങ്ങനെ ഗോകുൽ, ഇതുവരെ അത്തരം വിവരങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഈ ആക്രമണം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. ആകാശത്ത് ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങളും ഈ ഡ്രോണുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകളും തീഗോളങ്ങളും കണ്ടു എന്നല്ലാതെ വേറെ തരത്തിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇന്ത്യൻ എംബസി മാത്രം ആളുകളോട്, ഇന്ത്യക്കാരോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു പക്ഷേ ഒരു ട്രയൽ രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. ഇതിപ്പോൾ ആര്, എവിടെ നിന്ന്, എങ്ങനെ ആക്രമണം ഉണ്ടായി എന്നൊന്നും നമുക്കിപ്പോഴും സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഗോകുൽ. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കണം. നമ്മൾ ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾക്കും എന്താണ് വിവരങ്ങൾ, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ചൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇത്രയും സമയം ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആകാശം വളരെ സംഘർഷഭരിതമായിരുന്നു. ജനങ്ങൾ വലിയ പരിഭ്രാന്തരായിരുന്നു, ആശങ്കയിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് ഗോകുൽ. ഏതായാലും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കൺഫർമേഷൻ ഉണ്ടാകുന്നുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അമേരിക്കയുടെ അൽ ഉദൈദ് എയർബേസിൽ ഖത്തറിലേക്കാണ് ലക്ഷ്യമിട്ടത് അവരുടെ ആക്രമണം എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ US-ന്റെയും UK എംബസിയും ഒക്കെ ഖത്തറിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഖത്തറിലൊരു പരിഭ്രാന്തിയുടെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ആകാശത്ത് ഇത്തരം പൊട്ടിത്തെറി നടക്കുന്നു, ഡ്രോണുകൾ പറന്നെത്തുന്നു. ആ സാഹചര്യം നേരിയ തോതിലെങ്കിലും പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആക്റ്റീവായ അറ്റാക്ക് അവിടെ നടക്കുന്നില്ല എങ്കിൽ പോലും US സൈനിക താവളങ്ങൾ മുമ്പ് അൻവർ പാലേരി സൂചിപ്പിച്ചതുപോലെ വ്യവസായ മേഖലയോട് അടുത്ത് തന്നെയാണ്. അതൊക്കെ തന്നെയും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അൻവർ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് ഇറാൻ പോകുമെന്നാണ്. പക്ഷേ അത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നു എന്ന ഇറാന്റെ ഭീഷണിക്ക് മുന്നിലും പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല. പകരം കണ്ടത് ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണമാണ്. അങ്ങനെ തുടർന്നും ആക്രമണങ്ങൾ പല ഭാഗത്തേക്കും, ഫോർദോ ആണവ നിലയത്തിലേക്ക് ഇന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുമ്പോൾ അടുത്തൊരു സമ്മർദ്ദതന്ത്രമായാണോ
ഈ 19 കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങളുള്ള അമേരിക്കയുടെ ഏതെങ്കിലുമൊക്കെ താവളങ്ങളിലേക്കുള്ള ഈ ആക്രമണം? ഗോകുൽ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതായത് നിങ്ങൾ ആക്രമണം തുടർന്നാൽ ഞങ്ങൾ ഇസ്രായേലിൽ മാത്രമായിരിക്കില്ല തിരിച്ചടിക്കുക, പകരം അമേരിക്കയുടെ വ്യോമതാവളങ്ങളുള്ള വിവിധ രാജ്യങ്ങൾ എവിടെയായാലും അവിടെയൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു സൂചന നൽകാനായിരിക്കണം ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ.